ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഓണക്കോടി എടുക്കാൻ പോകുന്ന കേട്ടോ. സ്കൂളിൽ ഓണം സെലിബ്രേഷനും പപ്പിമോക്ക് പാവാടയും ബ്ലൗസും വേണമെന്ന് പറഞ്ഞിട്ട് പാവാടയ്ക്ക് മെറ്റീരിയൽ എടുക്കാൻ പോകുന്ന. ഓൾറെഡി ഒക്കെ ബ്ലൗസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് പറ്റിയൊരു പാവാടയാണ് വേണ്ടത്. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് പരാഗിലോട്ടാട്ടോ. ഇപ്പോഴായി പിന്നെ മെറ്റീരിയൽ എടുക്കാൻ കൂടുതലും പോകുന്ന അവിടെ തന്നെയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇല്ലാത്ത തരം കളക്ഷൻസ് ഇല്ല കേട്ടോ. എന്ത് വേണം എങ്ങനെ വേണം എന്നുള്ളൊരു അമ്പരപ്പിലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പാവാടയ്ക്കുള്ള മെറ്റീരിയലൊക്കെ മുകളിലോട്ടാണെന്ന് പറഞ്ഞിട്ട് മുകളിലോട്ട് പോവാം. ആദ്യം തന്നെ കോട്ടൺ സിൽക്ക് എവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചിട്ടാട്ടോ പോയത്. അങ്ങനെ കോട്ടൺ സിൽക്കിൻ്റെ ഏരിയ ചെന്ന് കഴിഞ്ഞിട്ട് കുറേയൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്കത് പറ്റിയില്ല കേട്ടോ. കാരണം സാധാരണ കോട്ടൺ തുണി പോലെ ഇരിക്കും. അവിടെ ആ വഴിയിലൊക്കെ തൂക്കിയിട്ടിരിക്കുന്ന ദുപ്പട്ടകളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഏത് മെറ്റീരിയൽ കാണാനും ഏതിൽ നിന്നും ഓരോ മീറ്റർ മുറിച്ച് മേടിക്കാൻ വെറുതെ തോന്നും കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തെടുക്കണം ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. അങ്ങനെ പാവാടയ്ക്ക് തുണി തപ്പി നിന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് അത്രയും ഇങ്ങോട്ട് പിടിച്ചില്ല. അപ്പോൾ ബ്ലൗസിലുള്ള സെയിം മെറ്റീരിയൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സെക്ഷനിലോട്ടാട്ടോ പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെയും വെറൈറ്റി കളേഴ്സ് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. കുറേയൊക്കെ നോക്കി അങ്ങനെ സെയിം പച്ച തുണി തന്നെ കിട്ടിയിട്ടോ. ആ സൈഡിൽ മുകളിലിരിക്കുന്ന ചില്ലി റെഡ് തുണിയൊക്കെ എനിക്ക് ചുരിദാർ അടിക്കാൻ വേണം എന്നുള്ള കൺഫ്യൂഷനിൽ കുറേ നേരമൊക്കെ ഞാൻ അതുമ്മ വേണോ വേണ്ടയോ എന്നൊക്കെ പറഞ്ഞിട്ട് ആലോചിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പിന്നെ ഉടനെ എപ്പോഴും എടുത്താലും ഉമ്മച്ചി തയ്ച്ചു തരലൊന്നും നടക്കാത്തതും കൊണ്ട് ഞാൻ അത് എടുത്തില്ല. ഇവക്കുള്ള പാവാടയുടെ മെറ്റീരിയൽ മാത്രം എടുത്തു. ഈ മെറ്റീരിയൽ മീറ്ററിന് 150 രൂപ എന്നാണ് കേട്ടോ അവിടുത്തെ ആൾ പറഞ്ഞത്. പക്ഷേ ഇതിന് 60 ഇഞ്ച് വീതി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ മെറ്റീരിയൽ അവൾക്ക് 1 മീറ്റർ മതിയോ 1.5 മീറ്റർ വേണോ എന്നുള്ള കൺഫ്യൂഷനിൽ കുറേയൊക്കെ ആലോചിച്ച് നിന്നു. കാരണം ഫ്ലെയർ ഇട്ട് അടിക്കുമ്പോൾ ഇനി അങ്ങനെ തികയാതെ വന്നു കഴിഞ്ഞാൽ പണിയാണല്ലോ എന്ന് കരുതി ഒടുവിൽ ഞങ്ങൾ 1.5 മീറ്റർ തന്നെ എടുത്തു കേട്ടോ. കൂടിപ്പോയാലും കുഴപ്പമില്ല, കുറഞ്ഞു പോയി കഴിഞ്ഞാൽ വൃത്തികേടല്ലേ എന്ന് ഓർത്തിട്ട്. ഈ വെട്ടിയിട്ടിരിക്കുന്ന കട്ട് പീസൊക്കെ മീറ്റർ 30 രൂപയായിട്ട് ആകെ വരുന്നുള്ളൂ. അങ്ങനെ അതൊക്കെ കുറേ നേരം തിരഞ്ഞു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു അവൾക്ക് ഷാള് വേണമെന്ന്. അങ്ങനെ പിങ്ക് കളർ നെറ്റ് എടുക്കാനായിട്ട് പോയി. അതിൽ നിന്നും മുറിച്ച് മേടിച്ചിട്ടാ. ഈ ജോർജറ്റിൻ്റെ മെറ്റീരിയലൊക്കെ മീറ്റർ 45 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. അതും കുറേ നേരമൊക്കെ അവിടെ നിന്നൊക്കെ തിരഞ്ഞു കഴിഞ്ഞ് ഇത് മേടിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ ബില്ലടിക്കാനായിട്ട് താഴോട്ട് വന്നിട്ടാണ്. കൂടുതലും ഇപ്പോൾ ഇവിടുന്ന് അമേരിക്കൻ ക്രൈപ്പൊക്കെ എടുത്തിട്ട് ഞാൻ ടോപ്പ് അടിച്ചിടാറാണ് പതിവ്. അതാകുമ്പോൾ നമുക്ക് ഇടാനും എളുപ്പമുണ്ട്, അലക്കി ഉണക്കാനും എളുപ്പമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 60 ഇഞ്ച് വീതിക്ക് 220, 44 150 പറഞ്ഞിട്ടാ. അങ്ങനെ നേരെ മുല്ലപ്പൂ വേണമായിരുന്നു. ലൈവ് പൂവ് വേഗം വാടുന്നത് കൊണ്ട് ആർട്ടിഫിഷ്യൽ മേടിച്ചുകൊണ്ട് നേരെ തയ്ക്കാൻ കൊടുക്കാൻ എൻ്റെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇത്രയും